ഫെബ്രുവരി 23 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ പോളികാർപ്പ്, വിശുദ്ധ ബോസ്വെൽ, വിശുദ്ധ സിറേനൂസ്, വിശുദ്ധ ഡൊസിത്തേയൂസ്, വിശുദ്ധ ഫെലിക്സ്. വിശുദ്ധ പോളികാർപ്പ് 70-156 കാലഘട്ടത്തിലാണ് വിശുദ്ധ പോളികാർപ്പ് ജീവിച്ചിരുന്നത്. ആധുനിക ടർക്കിയിൽ ഉൾപ്പെട്ട സ്മിർണായിലെ മെത്രാനായിരുന്നു വിശുദ്ധ പോളികാർപ്പ്. അദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനായിരുന്നതുകൊണ്ട് സ്ലീഹായിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഇരണേവൂസ് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഏകദേശം 65 വയസ്സിന് താഴെയുള്ള പോളികാർപ്പിൻ്റെ ശിഷ്യനായിരുന്നു ഇരണേവൂസ്. യേശുവിൽ നിന്ന് യോഹന്നാനും, യോഹന്നാനിൽ നിന്ന് പോളികാർപ്പിലേക്കും, പോളികാർപ്പിൽ നിന്ന് ഇരണേവൂസിലേക്കും, ഇരണേവൂസിൽ നിന്ന് ശിഷ്യന്മാരിലേക്കും യുഗങ്ങളിലൂടെ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നത് ഇന്ന് നമുക്കുള്ള വിശ്വാസം അപ്പസ്തോലികമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. 12 പേരിൽ ഒരാളിൽ നിന്ന് പഠിച്ചതിനാലും അദ്ദേഹത്തിൻ്റെ ചില രചനകൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാലും പോളികാർപ്പിനെ സഭയുടെ 3 അപ്പസ്തോലിക പിതാക്കന്മാരിൽ ഒരാളായി സാധാരണയായി പരാമർശിക്കുന്നു. 80 വയസ്സുള്ളപ്പോൾ അനിസത്യൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കേണ്ടതെന്നാണെന്ന് ആലോചിക്കുകയും തൻ്റെതായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ മാർപ്പാപ്പ പോളികാർപ്പിനെ അതിനനുവദിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. പാഷണ്ഡിയായ മാർസിയനെ അറിയുമോ എന്ന് റോമിൽ വെച്ചാരോ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഉവ്, പിശാചിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ എന്നാണ്. കാരണം പഴയ നിയമ ദൈവം, പുതിയ നിയമ ദൈവം എന്നിങ്ങനെ 2 ദൈവമുണ്ടെന്ന് പാഷണ്ഡിയായ മാർസിയൻ പഠിപ്പിച്ചിരുന്നു. ഇത് പോളികാർപ്പിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. മാർക്കസ് ഔറേലിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് പോളികാർപ്പിനെ ആദ്യം വധിക്കണമെന്ന് വിജാതിയർ മുറവിളി കൂട്ടി. 1-2 പ്രാവശ്യം ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മറച്ചു വെച്ചുവെങ്കിലും പിന്നീട് ഒഴിഞ്ഞു മാറുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ദൈവഹിതം നിറവേറട്ടെ, അദ്ദേഹം പറഞ്ഞു. വന്ധ്യനായ മെത്രാനെ വധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മടി തോന്നി. പോളികാർപ്പിനോട് യേശുവിനെ ദുഷിച്ചു പറയുവാൻ പ്രൊകോൺസുൾ ആജ്ഞാപിച്ചു. അദ്ദേഹം പ്രത്യുത്തരിച്ചു: 86 വർഷം ഞാൻ യേശു ക്രിസ്തുവിനെ സേവിച്ചു. അവിടുന്ന് എനിക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പ്രത്യുത വളരെ നന്മ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ എങ്ങനെ ദൂഷണം പറയും? എൻ്റെ സ്രഷ്ടാവിനെ എങ്ങനെ ദൂഷണം പറയാനാണ്? അവിടുന്നാണ് എൻ്റെ ന്യായാധിപൻ. ഇത് കേട്ട് ക്രുദ്ധനായ പ്രൊകോൺസുൾ പോളികാർപ്പിനെ ജീവനോടെ ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു. കരങ്ങൾ ബന്ധിച്ച് അദ്ദേഹത്തെ അഗ്നിയിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ എന്നെ ഓഹരിക്കാരനാക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതം അങ്ങയെ സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കണമേ. അനന്തരം വിറകിന് തീ കൊടുത്തു. എന്നാൽ അഗ്നി അദ്ദേഹത്തെ സ്പർശിച്ചില്ല. ചിതയിൽ നിന്നും സുഗന്ധം വീശി. അപ്പോൾ കുന്തം കൊണ്ട് വിജാതിയർ അദ്ദേഹത്തെ കുത്തിക്കൊന്നു. നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്നൊരു പ്രാവിറങ്ങി വന്നുവെന്നും വളരെയധികം രക്തം പുറത്തേക്ക് ഒഴുകിയെന്നും മരണമുറപ്പാക്കുന്നതിനായി വീണ്ടും ശരീരം കത്തിച്ചുവെന്നും പറയപ്പെടുന്നു. തീ കൊളുത്തിയപ്പോൾ പോളികാർപ്പ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഒരു കാലത്തേക്ക് മാത്രം കത്തുന്നതും ഉടനെ കെട്ടുപോകുന്നതുമായ തീ കൊണ്ട് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. കാരണം വരാനിരിക്കുന്ന ന്യായവിധിയുടെ തീയെക്കുറിച്ചും ദുഷ്ടന്മാർക്ക് കരുതി വച്ചിരിക്കുന്ന നിത്യാഗ്നിയെക്കുറിച്ചും നിങ്ങൾ അജ്ഞരാണ്. വിശുദ്ധനായ പോളികാർപ്പേ, ഈ ലോകത്ത് മിഷണറി പ്രവർത്തനം ചെയ്യുമ്പോൾ അതീവ ദുരന്തമനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.